എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല പച്ചമാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച അയലക്കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ കറിയിൽ കുടംപുളി ഒന്നും ചേർക്കുന്നില്ല, ഈ ഒരു പച്ചമാങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാനായിട്ട് വിട്ടുപോയി. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ കറി തയ്യാറാക്കുന്ന മൺചട്ടിയിലാണ്. അപ്പോൾ നമുക്ക് ഈ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് മൺചട്ടിയിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് പച്ചമാങ്ങയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ പുളി നോക്കിയിട്ട് വേണം പച്ചമാങ്ങയുടെ അളവ് നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചാറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ഈ അരപ്പ് തിളപ്പിച്ചെടുക്കണം. അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ടും ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത്. 3 അയലയാണ് എടുത്തിട്ടുള്ളത്. ഓരോന്നും 3 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ പച്ചമാങ്ങയൊക്കെ ചേർത്തിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്നും ഇളക്കണ്ട, മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കടുക് താളിച്ച് ചേർക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 3 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ തേങ്ങ അരച്ച അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്